നിന്റെ നരകം ആരംഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് ആ ബുക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ നിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്നൊക്കെ ഗോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് സുക്മിന്റെ വൈഫ് ഓർക്കുന്നു. അങ്ങനെ ഇരിക്കെ സുക്മിന്റെ വൈഫ് ഗോന്റെ അടുത്ത് പറയുകയാണ് എല്ലാത്തിനും പിന്നിൽ സുക്മിൻ ആയിരുന്നു. അവനാണ് അമ്മേനെയും സ്വന്തം മകനെയും കൊന്നിട്ടുണ്ടായിരുന്നത്. നോഹിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചതും അവനാണ്. അവനാണ് ശരിക്കുമുള്ള ഡെവിൾ എന്ന് കൂടി അവൾ പറയുന്നു. എന്റെ അമ്മയ്ക്ക് ദൈവങ്ങളിൽ ഒന്നും തന്നെ വിശ്വാസമില്ലാതിരുന്നതാണ്. നിന്റെ പേരൻസിനെ കൊന്നതിന് ശേഷം മാത്രമായിരുന്നു അമ്മയും പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അമ്മ എന്റെ പേരൻസിനെ കൊന്നതിന്റെ പ്രായശ്ചിത്തം എന്ന രീതിക്ക് നിന്നെ എടുത്തു വളർത്തിയതും നിന്നെ സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ സുക്മിനു ഇപ്പോൾ ഡോഹിയോട് പറയുന്നു. ഡോഹിയും അതൊന്നും തന്നെ വിശ്വസിക്കാതെ ഇതൊക്കെ തന്നെ കള്ളമാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീയും അമ്മയോട് ചെന്ന് നേരിട്ട് ചോദിച്ചു നോക്കാൻ പറഞ്ഞിട്ട് അവനും അവളെ കൊല്ലുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. അവളുടെ ബോധം പോകുന്നതിന്റെ തൊട്ടടുത്ത് വരെ എത്തുമ്പോഴത്തേക്കും അവിടേക്ക് ഗുവോൺ എത്തുകയും സുക്മിനെ തള്ളിയിടുകയും ചെയ്യുകയാണ്. ഗുവോൺ ഇപ്പോൾ സുക്മിന്റെ കഴുത്തിനൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. സാറിന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് സെക്യൂരിറ്റീസ് ആകട്ടെ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറുവാനായിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും അകത്തെത്തുന്ന അവരും അവിടെ ആരും തന്നെ ഇല്ല എന്നതാണ് കാണുന്നത്. ഗുവോൺ ആകട്ടെ ഇപ്പോൾ അവനെയും കൂട്ടിക്കൊണ്ട് ഒരു ടവറിന്റെ മുകളിൽ എത്തിയിരിക്കുന്നു. നീ ഒരു മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ നിനക്ക് പിന്നെ ഇവിടെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു കാര്യം ചെയ്യ്, നീ എന്നെ കൊല്ല്, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് നരകത്തിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞ് സുക്മിൻ നിൽക്കുമ്പോഴത്തേക്കും എനിക്കൊരാളെ കൊല്ലുവാൻ സാധിക്കുകയില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷേ എനിക്കൊരാളെ എത്രത്തോളം വേണമെങ്കിലും ഉപദ്രവിക്കാനായിട്ട് സാധിക്കും. നീയും നിന്നെ ഒന്ന് കൊന്നു തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്റെ പിറകെ നടക്കുമെന്ന് പറഞ്ഞു അവനും പെട്ടെന്ന് തന്നെ സുക്മിനെ അതിന്റെ താഴേക്ക് ഇടുവാനായിട്ടൊക്കെ നോക്കുന്നു. സുക്മിനും താഴെ വീഴുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവന്റെ ടൈൽ മാത്രമായിരുന്നു ഗോൺ ഒന്ന് പിടിച്ചിട്ടെങ്കിലും ഉണ്ടായിരുന്നത്. നീ ആയിട്ട് ഇവനെ ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇവനെ പോലീസിനൊക്കെ ഏൽപ്പിക്കാമെന്ന് ഡോഹി പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ എനിക്കെതിരായിട്ട് ഒരു തെളിവ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടായിരുന്നു സുക്മിൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നീ എല്ലാ എവിഡൻസും നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു എവിഡൻസ് നീ പോലും അറിയാതെ മിച്ചമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ വൈഫിന്റെ പേരൊക്കെ ഗോണും പറഞ്ഞു കേൾപ്പിക്കുന്നു. സുക്മിന്റെ വൈഫ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. അവൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവൾ പോലീസിനോട് തുറന്നു പറയുന്നു. മാഡം ചോ ചെയർമാൻ സ്ഥാനം കൊടുക്കുകയില്ല എന്ന കാര്യമൊക്കെ അവൻ അറിയാവുന്നത് കൊണ്ട് മാഡം ജോന്റെ അടുത്തും അവൻ ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലായിട്ടാണ് അവനും അമ്മേനെ കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്നെ കൊണ്ട് ഒരു കാര്യവും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നായിരുന്നു അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവന്റെ കണ്ണൊക്കെ വെട്ടിച്ചിട്ട് ഞാൻ ഒരുപാട് രേഖകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും പറഞ്ഞ് അവളും അവളുടെ കയ്യിലുണ്ടായിരുന്ന രേഖകളെല്ലാം തന്നെ പോലീസിനെ ഏൽപ്പിക്കുന്നു. ഈ ഒരു തവണ നീ എന്നെ ഒന്ന് രക്ഷിക്ക്, നീയുമായിട്ട് കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാണ്. ഡോഹിനെ ഇനി ഞാൻ ഒരിക്കലും ശല്യം ചെയ്യുകയില്ല. 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നരകത്തിലേക്ക് പോകുവാനും ഞാൻ തയ്യാറാണ്. ഇപ്പോൾ നീ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും സുക്മിനെ വിശ്വസിക്കുവാനായിട്ട് ഗോൺ തയ്യാറാക്കുന്നില്ല. നിനക്കിനി ഒളിക്കുവാനായിട്ട് ഒരിടവും ബാക്കിയില്ല എന്നൊക്കെ ഡോഹി പറയുമ്പോഴത്തേക്കും നിന്റെ ഊഹം തെറ്റാണ്, എനിക്ക് ഒളിക്കുവാനായിട്ട് നരകം ബാക്കിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനും സ്വയം ആത്മഹത്യ ചെയ്യുന്നു. ഒരു ചെറുവൻ പൊസിഷന് വേണ്ടിയിട്ടായിരുന്നു അവനും ഇത്രയേറെ ആൾക്കാരെ കൊന്നിട്ടുണ്ടായിരുന്നെന്ന കാര്യം പോലീസിന് പോലും ഇപ്പോൾ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു വിവരങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന സുവാനും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ എത്തിയിട്ട് എന്റെ ചേട്ടനായിരുന്നു അമ്മേനെ കൊന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പോലീസിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും പോലീസും അതേ എന്നൊരു മറുപടിയൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും അവളും ആകെ തകർന്നു പോകുന്നു. സുഗ്മീൻ ഇതുവരെ ചെയ്ത എല്ലാ അഴിമതികളും പുറത്തു വന്നിരിക്കുകയാണ്. പോരാതെ അവൻ എത്രയൊക്കെ പേരെ കൊന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം പോലും ന്യൂസിലൊക്കെ കാണിക്കുന്നു. പിന്നെ അവനും ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്കെടുത്ത് ചാടുക ആയിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും അവന്റെ ബോഡി ആർക്കും കിട്ടിയിട്ടില്ല. അവന്റെ ബോഡി കിട്ടാത്തത് കൊണ്ട് തന്നെ അവൻ ജീവനോടെ ഉണ്ടാക്കുമോ എന്നൊക്കെ ഡോക്കി സംശയിക്കുമ്പോഴത്തേക്കും അവന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പവേഴ്സ് വെച്ച് എനിക്ക് അവനെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞേനെ. പക്ഷെ ഞാൻ എത്രയൊക്കെ നോക്കിയിട്ടും അവനെ കണ്ടെത്തുവാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഉറപ്പായിട്ടും മരിച്ചു കാണുമെന്ന് ഗുവോണും പറയുന്നു. സുക്മിനും ഡോഹയുടെ കഴുത്തിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മുറിവെല്ലാം തന്നെ ഗുവോണും മാറ്റി കൊടുക്കുന്നു. ഇനി അവരെ കാണുവാനായിട്ട് സ്യോഹോണും എത്തുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവന്റെ ബോഡി കിട്ടുവാനായിട്ട് 1 മാസമെങ്കിലും എടുക്കുമെന്നാണ് പോലീസൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ പോട്ടെ, നീ എങ്ങനെയാണ് സുക്മിന്റെ വൈഫിനെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിച്ചതെന്ന് സ്യോഹോൺ ചോദിക്കുമ്പോഴത്തേക്കും റിയാലിറ്റി എന്താണെന്നൊക്കെ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവളും കാര്യമൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം എല്ലാം തുറന്നു പറയുവാനായിട്ട് സമ്മതിച്ചു എന്ന് ഗുവോണും പറയുന്നു. എന്റെ പേരൻസ് മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് മാഡജുവിനെ ആയിരുന്നു. അവർ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിരിഞ്ഞതും. എന്റെ പേരൻസിനെ കൊന്നത് മാഡജു ആണെന്ന് സുക്മിനും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ
ഡോഹയും പറയുകയാണ്. ഇപ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനിലാണ് അവൾ ഉള്ളത്. സുഗ്മിൻ മരിക്കുന്നതിന് മുമ്പ് നിന്നോട് എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞിരിക്കുന്നതാണ്. നീ അതൊന്നും തന്നെ വിശ്വസിക്കുവാൻ പാടില്ല എന്ന് സ്യോഹോണും അവളുടെ അടുത്ത് പറയുന്നു. നരകത്തിലായിരുന്ന ഡോഹയുടെ ജീവിതമൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നത് മാഡഞ്ചു ആണ്. അങ്ങനെയുള്ള മാഡഞ്ചു ഒരിക്കലും ഡോഹിനെ ചതിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സുക്മൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കള്ളമായിരിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു സ്യോഹോണും ഉണ്ടായിരുന്നത്. ഡോഹിയുടെ അടുത്തേക്ക് ഗൂൺ ചെന്ന് കിടന്ന് കഴിയുമ്പോഴത്തേക്കും ഡോഹിയും ഗൂവന്റെ പേരൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ തന്നെയുണ്ട്, നീ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്റെ പേര് വിളിച്ചോ, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകുകയില്ല, നീ എപ്പോൾ വിളിച്ചാലും ഞാനും മറുപടി പറയുന്നതായിരിക്കുമെന്നൊക്കെ അവൻ പറയുമ്പോൾ അവളും വീണ്ടും വീണ്ടും അവന്റെ പേരൊക്കെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. സുക്മിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിളൊക്കെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഡോഹയുടെ കമ്പനിയിലേക്ക് ഒരുപാട് കോൾസ് ഒക്കെ വരുന്നു. എല്ലാ സ്റ്റാഫ്സും ആ ഒരു കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും സെക്രട്ടറി മൊത്തത്തിലുള്ള ഫോൺസിന്റെ എല്ലാം തന്നെ കണക്ഷൻ കളയുന്നു. പിന്നീട് നമ്മൾ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടേണ്ട കാര്യമില്ല, എല്ലാവരും മര്യാദയ്ക്ക് ജോലിയൊക്കെ ചെയ്യുവാനായിട്ട് പറഞ്ഞ് അവളും പോകുന്നു. നമ്മുടെ കമ്പനിയിൽ ഈ അടുത്തായിട്ട് ഓരോരോ ആൾക്കാർ മരിക്കുകയല്ലേ, നമുക്കും എന്തെങ്കിലും മന്ത്രവാദമൊക്കെ ചെയ്താലോ എന്നൊക്കെ ലേഡി സ്റ്റാഫും ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കാണ് ഡോഹിയും അവിടേക്ക് എത്തുന്നത്. പക്ഷെ ആ ഒരു കമ്പനിയുടെ പുറത്ത് മുഴുവൻ റിപ്പോർട്ടേഴ്സ് ആണ്. ഇവരുടെ ഒക്കെ കണ്ണു വെട്ടിച്ച് എങ്ങനെയാണ് ഡോഹി അകത്തേക്ക് കടന്നു വന്നതെന്നറിയാതെ സ്റ്റാഫ്സും ആകെ ഞെട്ടി നിൽക്കുന്നു. ഗുവോന്റെ പവേഴ്സ് കൊണ്ട് മാത്രമാണ് ഡോഹിക്കും ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ എത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ സെക്രട്ടറിയും ഡോഹിക്ക് ഒരു ഫയലൊക്കെ നൽകുകയാണ്. അതിന്റെ അകത്താകട്ടെ മന്ത്രവാദമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു പേപ്പറും ഉണ്ടായിരുന്നു. സെക്രട്ടറി പോലും ഒരുപക്ഷെ മന്ത്രവാദമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കുമെന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. പക്ഷെ ഗുവോണും ഇതിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അത് അപ്പോൾ തന്നെ കത്തിച്ചു കളയുന്നു. സിഹോണെ കാണുവാനായിട്ട് ഗായങ് എത്തിയിരിക്കുകയാണ്. അവളുടെ അവസാനത്തെ പെർഫോമൻസിന്റെ ടിക്കറ്റ് ഒക്കെ അവന് നൽകുകയാണ്. ഗായങ്ങും ഡോഹി മരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടായിരുന്നല്ലോ സിഹോണെ കൂട്ടിക്കൊണ്ട് കഴിഞ്ഞ തവണ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവൾക്കും അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും എന്തോ ഒരു തെറ്റ് താൻ ചെയ്തതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ കൂടി ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ അവളും മറ്റൊരു തീരുമാനം എടുക്കുകയില്ലായിരുന്നു. അവൾ ഇങ്ങനെയാണെന്നും ഏതൊരു അവസരത്തിലും ഈ ഒരു തീരുമാനം മാത്രമേ എടുക്കുകയുള്ളൂ എന്നുമൊക്കെ സിഹോണിന്റെ അടുത്ത് പറയുന്നു. അവളും ആദ്യമായിട്ട് സിഹോണെ കാണുവാനായിട്ട് എത്തിയ സമയത്ത് നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആണെന്നൊക്കെ ആയിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളെ മനസ്സിലാക്കുവാനായിട്ട് തനിക്ക് സാധിക്കുമെന്നും അവൻ പറയുന്നു. ഒരു റൈസ് സൂപ്പിന്റെ ഒക്കെ കടയാണ് ഇപ്പോൾ ഗാങ്സ്റ്റേഴ്സിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഗുണ്ടാപണിയൊക്കെ ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു ബിസിനസ് ഒക്കെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും എത്ര പെട്ടെന്നാണ് അവർ ആകെ തന്നെ മാറിപ്പോയതെന്ന കാര്യം വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഗുവോന്റെ ബുക്കൊക്കെ ഇപ്പോൾ സുക്മിന്റെ വൈഫ് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. സുക്മിനും ഡോഹിയുടെ പേരൻസിനെയൊക്കെ കൊന്നിട്ടുള്ളത് മാഡഞ്ചു ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ഗുവോൺ ചോദിക്കുമ്പോഴത്തേക്കും സ്വന്തം അമ്മ ഒരുപാട് തിന്മ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യമില്ലാതിരിക്കുകയില്ല എന്നൊക്കെ അവളും പറഞ്ഞിട്ട് പോകുന്നു. സുഗ്മിൻ ആയിരുന്നു എല്ലാത്തിനും പിന്നിലെന്ന സത്യമൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ബോക്യുവും ഗുവോണിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. അവനോടെ എല്ലാ പ്രതികളും അവസാനിച്ചോ അതോ കുറച്ചു കഴിയുമ്പോഴത്തേക്കും മറ്റൊരാളാണ് പ്രതി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വരുമോ എന്നൊക്കെ ആയിരുന്നു അവന്റെ സംശയവും. നീ നരകത്തിലൊക്കെ കിടക്കുന്ന സമയത്ത് നിന്നെ ഒരാൾ രക്ഷിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെ രക്ഷിച്ച ആളാണ് ശരിക്കും നിന്നെ നരകത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടായിരുന്നെന്ന കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിന്റെ പ്രതികരണം എന്നൊക്കെ ആയിരുന്നു ഗുവോണും ബോക്യോന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സത്യമൊക്കെ ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ അയാളുമായിട്ട് ഞാൻ ഒരു വിധത്തിലുള്ള ബന്ധവും പുലർത്തുന്നതായിരിക്കുകയില്ല. അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഒരിക്കലും അയാളുമായി ബന്ധപ്പെടുവാനായിട്ട് ശ്രമിക്കുകയില്ല എന്നൊക്കെ ബോക്യോം പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ നീ ഇപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ബൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ടോഹയുടെ പേരൻസിനെ കൊന്നത് മാഡഞ്ചു ആണെന്നാണ് തോന്നുന്നത്. മാഡഞ്ചു കൊന്നോ ഇല്ലയോ എന്ന് ഇതുവരെയായിട്ട് ഉറപ്പ് പറയാറായിട്ടില്ല. പക്ഷെ സുക്മിൻ മരിക്കുന്നതിന് മുമ്പായിട്ട് സുക്മിനും ആ ഒരു കാര്യമൊക്കെ ഡോഹയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോൺ നിൽക്കുമ്പോഴത്തേക്കും അവൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമല്ലേ അത്, ഒരു പക്ഷെ അവനായിരിക്കും ഡോഹയുടെ പേരൻസിനെ കൊന്നിട്ടുണ്ടാക്കുക. അവൻ ചുമ്മാ മാഡഞ്ചുവിന്റെ പേർക്ക് കുറ്റമൊക്കെ വെക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മോഗ്യവും ആകെ ദേഷ്യപ്പെടുന്നു. ഡോഹയുടെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നുവെങ്കിൽ അതൊന്നും സത്യമല്ല എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയേനെ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യം ഒരുപാട് വേദനിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ അസത്യമായിട്ടുള്ള സന്തോഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ബോക്യവും പറയുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.